നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. TP വധക്കേസിലെ പ്രതികൾ ജയിലിൽ നിന്ന് മൊബൈൽ ഫോണിൽ വിളിച്ച സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയായി. അന്വേഷണ സംഘം തൃശൂർ CJM കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിക്കാൻ CPM ഒരുക്കം തുടങ്ങി. ഒരുക്കത്തിന്റെ ഭാഗമായി കോർപ്പറേഷൻ തല കമ്മിറ്റിയും ഡിവിഷൻ തല കമ്മിറ്റികളും രൂപീകരിച്ചു. സ്വകാര്യ പങ്കാളിത്തത്തോടെ പുഴയ്ക്കൽ മൊബിലിറ്റി ഹബിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ തീരുമാനം. കിറ്റ്കോയുടെ നേതൃത്വത്തിൽ പദ്ധതിയുടെ പ്രോജക്ട് ഉടൻ തയ്യാറാക്കും. ഇരിഞ്ഞാലക്കുട കാട്ടുങ്ങച്ചിറയിൽ ബൈക്കും ഓട്ടോയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പുല്ലൂർ സ്വദേശി ഫിജിയാണ് മരിച്ചത്. കൊടകരയിൽ വാക്കുതർക്കത്തെ തുടർന്ന് യുവാവ് കുത്തേറ്റ് മരിച്ചു. ആലത്തൂർ സ്വദേശി ശ്രീകാന്താണ് മരിച്ചത്. ഞാൻ ബൈജു ദേവസി. വാർത്തകൾ വിശദമായി. TP വധക്കേസിലെ പ്രതികൾ ജയിലിൽ നിന്ന് മൊബൈൽ ഫോണിൽ വിളിച്ച സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി. പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. TP വധക്കേസിൽ കോടതി ശിക്ഷിച്ച പ്രതികളായ ട്രൌസർ മനോജ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് എന്നിവരെ പാർപ്പിച്ചിരുന്ന സെൽ പരിസരത്ത് നിന്ന് മൊബൈൽ ഫോൺ പിടികൂടുകയും പ്രതികൾ മൊബൈൽ ഫോണിൽ വിളിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. പേരാമംഗലം CIയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തൃശൂർ CJM കോടതിക്ക് കൈമാറിയത്. പ്രതികൾ ജയിലിൽ നിന്ന് മൊബൈൽ ഫോൺ വിളിച്ച സംഭവത്തിൽ ചോദ്യം ചെയ്യുന്നതിനും അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിനുമായാണ് പേരാമംഗലം CIയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. കഴിഞ്ഞ ജൂൺ 5-നാണ് TP വധക്കേസിലെ പ്രതി മുഹമ്മദ് ഷാഫിയുടെ സെല്ലിൽ നിന്ന് മൊബൈൽ സിം കാർഡും മൊബൈൽ ചാർജറുകളും വിയൂർ ജയിൽ അധികൃതർ കണ്ടെടുത്തത്. തുടർന്ന് വിയൂർ പോലീസ് കേസെടുത്തതിനെ തുടർന്ന് CI അബ്ദുൾ മുനീറിന്റെ നേതൃത്വത്തിൽ പോലീസും ബോംബ് സ്ക്വാഡും തുടർച്ചയായി 4 ദിവസം നടത്തിയ പരിശോധനയിൽ മൊബൈൽ ഫോണുകളും ചാർജറുകളും കണ്ടെടുക്കുകയും ചെയ്തു. ഇതിനിടെ മൊബൈൽ സിം കാർഡ് ഉടമ ഒറീസ സ്വദേശിയായ യുവാവിനെ കണ്ടെത്തി ചോദ്യം ചെയ്തിരുന്നു. TP വധക്കേസിലെ പ്രതികൾ മൊബൈൽ ഫോണിൽ ബന്ധപ്പെട്ടവരെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷമാണ് അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് TCV. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് 1.25 വർഷം ബാക്കി നിൽക്കെ അടുത്ത തവണ തൃശൂർ കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിക്കാൻ CPM ഒരുക്കം തുടങ്ങി. നഷ്ടപ്പെട്ട ഭരണം അടുത്ത തവണ തിരിച്ചുപിടിക്കുന്നതിനായി കോർപ്പറേഷൻ തല കമ്മിറ്റിയും ഡിവിഷൻ കമ്മിറ്റികളും രൂപീകരിച്ചാണ് CPM തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന് പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന്റെ ആദ്യ ഭാഗമായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി CPMലെ മുതിർന്ന അംഗവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ UP ജോസഫിനെ കോർപ്പറേഷൻ തല സെക്രട്ടറിയായി CPM നിയമിച്ചു. അടുത്ത ദിവസങ്ങളിൽ ഡിവിഷൻ തല കമ്മിറ്റികൾ നിലവിൽ വരും. കോർപ്പറേഷൻ തല കമ്മിറ്റി നിലവിൽ വന്നാലും CPM ഘടകങ്ങളായ ബ്രാഞ്ച്, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി എന്നിവ മാറ്റമില്ലാതെ തുടരും. പുതിയ കോർപ്പറേഷൻ ഭരണത്തിനെതിരെ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കാനാണ് ഉടനെയുള്ള നീക്കം. 2010-ലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 55 സീറ്റുകളിൽ LDFന് 6 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. ഒല്ലൂർ ഡിവിഷനിൽ നിന്ന് വിജയിച്ച UDFലെ ജോൺ കാഞ്ഞിരത്തിങ്കൽ രാജിവെച്ച് LDFൽ ചേർന്ന് മത്സരിച്ച് വിജയിച്ചതോടെ സീറ്റിന്റെ എണ്ണം 7ആയി. കോർപ്പറേഷൻ ഭരണം തിരികെ പിടിക്കാനായില്ലെങ്കിലും മികച്ച പ്രകടനമെങ്കിലും നടത്താൻ കഴിയണമെന്ന ലക്ഷ്യത്തോടെയാണ് CPM കോർപ്പറേഷൻ തല കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് TCV. സ്വകാര്യ പങ്കാളിത്തത്തോടെ പുഴയ്ക്കൽ മൊബിലിറ്റി ഹബിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കളക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ തീരുമാനമായി. മൊബിലിറ്റി ഹബ്ബ് സൊസൈറ്റി MD കൂടിയായ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് സ്വകാര്യ പങ്കാളിത്തത്തോടെ 10 ഏക്കർ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ തത്വത്തിൽ തീരുമാനമായത്. കിറ്റ്കോയുടെ നേതൃത്വത്തിൽ പദ്ധതിയുടെ പ്രോജക്ട് ഉടൻ തയ്യാറാക്കാനും മൊബിലിറ്റി ഹബിന്റെ ക്യാമ്പ് ഓഫീസിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കാനും യോഗം തീരുമാനിച്ചു. ജൂലൈ ആദ്യവാരത്തിൽ നഗരവികസന വകുപ്പ് മന്ത്രി മഞ്ഞളാംകുഴി അലിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ മൊബിലിറ്റി ഹബിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 30 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. കളക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ മേയർ രാജൻ ജെ പല്ലൻ, വികസന അതോറിറ്റി ചെയർമാൻ K രാധാകൃഷ്ണൻ, തൃശൂർ സിറ്റി ട്രാഫിക് SI TN ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇരിഞ്ഞാലക്കുട കാട്ടുങ്ങച്ചിറയിൽ ബൈക്കും ഓട്ടോയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പുല്ലൂർ സ്വദേശി പുലിക്കൂട്ടിൽ മമ്മായി പറമ്പിൽ 32 വയസ്സുള്ള ഫിജിയാണ് മരിച്ചത്. കാട്ടുങ്ങച്ചിറ പോലീസ് സ്റ്റേഷന് സമീപമായിരുന്നു അപകടം. മാപ്രാണം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കിൽ എതിരെ വന്നിരുന്ന ഓട്ടോ ഇടിക്കുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ ഫിജിയെ ഇരിഞ്ഞാലക്കുട സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടകരയിൽ വാക്കുതർക്കത്തെ തുടർന്ന് യുവാവ് കുത്തേറ്റു മരിച്ചു. ആലത്തൂർ മുണ്ടയ്ക്കൽ പരമേശ്വരന്റെ മകൻ 24 വയസ്സുള്ള ശ്രീകാന്താണ് മരിച്ചത്. കൊടകര ദേശീയപാതയോരത്തുള്ള ഫാസ്റ്റ് ഫുഡ് കടയ്ക്ക് മുന്നിൽ വെച്ച് ഞായറാഴ്ച രാത്രി 11ഓടെയായിരുന്നു സംഭവം.
ഉടൻ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാത്രിയിൽ ഫാസ്റ്റ് ഫുഡ് കടയിൽ സുഹൃത്തുക്കളോടൊപ്പം ഭക്ഷണം കഴിക്കാനെത്തിയതായിരുന്നു ശ്രീകാന്ത്. ഇതിനിടെ കടയിൽ ഭക്ഷണം കഴിക്കാനെത്തിയ 3-അംഗ സംഘവുമായി വാക്കുതർക്കം ഉണ്ടാവുകയും തുടർന്ന് ശ്രീകാന്തിനെ കുത്തേൽക്കുകയുമായിരുന്നു. സംഭവത്തെ തുടർന്ന് 3-അംഗ സംഘം സ്ഥലം വിട്ടു. നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ഇവരെ പിടികൂടുന്നതിനായി പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് മരിച്ച ശ്രീകാന്ത്. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ആലത്തൂർ മേഖലയിൽ ഹർത്താൽ ആചരിച്ചു. മണലൂർ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കാഞ്ഞാണി തൃക്കുന്നത്ത് വാട്ടർ ടാങ്കിലേക്ക് ദിവസവും 10 മണിക്കൂർ വീതം പമ്പിംഗ് നടത്തുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ UG ലളിത പഞ്ചായത്ത് അധികൃതർക്ക് രേഖാമൂലം ഉറപ്പു നൽകി. കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തിയ മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KV വിനോദന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അംഗങ്ങൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് വെള്ളം തന്നിരുന്നത്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഏതാണ്ട് 5 ലക്ഷം ലിറ്റർ പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു ദിവസം 10 ലക്ഷം ലിറ്റർ വെള്ളം തരുന്നുണ്ടെന്നാണ് വാട്ടർ അതോറിറ്റി വിവരാവകാശപ്രകാരം തന്നിരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് തരുന്നത് ഒന്നിടവിട്ട ദിവസം 5 ലക്ഷം ലിറ്റർ വെള്ളം മാത്രമാണ്. അതുകൊണ്ട് വളരെ രൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ വർഷക്കാലമായിട്ട് പോലും. കഴിഞ്ഞ ദിവസം TCV ചാനലിൽ നല്ല ഒരു വാർത്ത അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പെട്ടെന്ന് തന്നെ ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് പഞ്ചായത്ത് ഭരണസമിതി യോഗം കൂടിയതിനു ശേഷം എല്ലാവരും കൂടിയിട്ട് ആക്സിനെ കാണുവാനും ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് ഇരിക്കാൻ തീരുമാനിച്ചു വന്നതാണ്. വാട്ടർ അതോറിറ്റി നൽകിയ വിവരാവകാശ രേഖയിൽ ദിനംപ്രതി 10 ലക്ഷം ലിറ്റർ വെള്ളം പമ്പ് ചെയ്യുന്നുണ്ടെന്നാണ് അറിയിച്ചത്. എന്നാൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ 4.5 ലക്ഷം ലിറ്റർ വെള്ളം മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. ഇക്കാര്യം TCV കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയ ഉറപ്പനുസരിച്ച് ദിവസവും 10 മണിക്കൂർ പമ്പിംഗ് നടക്കുകയാണെങ്കിൽ ദിവസവും 5 ലക്ഷം ലിറ്റർ വെള്ളം വീതം വിതരണം ചെയ്യാനാകും. കുടിവെള്ളത്തിന് മറ്റ് സ്രോതസ്സുകളില്ലാത്ത പ്രദേശവാസികൾക്ക് ഇക്കാര്യം വലിയ ആശ്വാസമാകും. അതേസമയം കോർപ്പറേഷൻ പരിധിയിൽ വെള്ളമൂറ്റുന്നത് കണ്ടെത്തി തടയുകയും ചെമ്പൂക്കാവിൽ നിന്ന് നേരിട്ട് തൃക്കുന്നത്ത് ടാങ്കിലേക്ക് പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കുകയും ചെയ്താലേ മണലൂർ പഞ്ചായത്തിലെ ജനങ്ങളുടെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമാകൂവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KV വിനോദൻ പറഞ്ഞു. പ്രസിഡന്റിനെ കൂടാതെ വൈസ് പ്രസിഡന്റ് സിജി മോഹൻദാസ്, മുൻ പ്രസിഡന്റ് BN സുർജിത്ത്, ഭരണസമിതി അംഗങ്ങളായ PB സുരേഷ്, ശോഭാ സുരേന്ദ്രൻ, ആശാ സുധീരൻ, സബിത പ്രസാദ്, വീണ സേവ്യർ, ലോഹിതാക്ഷൻ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് പഞ്ചായത്ത് അധികൃതരുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക് TCV. ഇടവേള. വാർത്തകളിലേക്ക് വീണ്ടും. റെന്റ് കാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം അന്യസംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ചു. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തൃശൂരിൽ പിടിയിലായ 4 പ്രതികളുമായി ഗുരുവായൂർ ACP R ജയചന്ദ്രൻ പിള്ളയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ആന്ധ്രാപ്രദേശിൽ എത്തി. തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ മലപ്പുറം സ്വദേശികളായ ഷബീർ, സൈനുദ്ദീൻ, റഷീദ്, നാസർ എന്നിവരുമായാണ് അന്വേഷണ സംഘം ആന്ധ്രയിൽ എത്തിയത്. കേരളത്തിൽ നിന്ന് വാടകയ്ക്കെടുത്ത 17 വാഹനങ്ങൾ ആന്ധ്രാപ്രദേശിൽ മറിച്ചുവിറ്റുവെന്ന പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ആന്ധ്രയിൽ എത്തിയത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് റെന്റ് കാർ തട്ടിപ്പ് കേസിലെ പ്രതികളെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ P പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. തൃശൂർ അരിയങ്ങാടിയിൽ കയറ്റിറക്ക് കൂലിയുടെ പേരിൽ അമിത തുക വ്യാപാരികൾ ഈടാക്കുന്നുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. ചെറുകിട വ്യാപാരികളിൽ നിന്ന് അമിത തുക ഈടാക്കുന്നത് നോക്കുകൂലിയാണെന്നും ഇത് പിൻവലിക്കണമെന്നുമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യം. എന്നാൽ ചരക്കെടുത്തതിന്റെ കുടിശ്ശിക മാസങ്ങളായിട്ടും ലഭിക്കാത്ത സാഹചര്യത്തിൽ അത്തരം ചെറുകിട വ്യാപാരികൾക്ക് ചരക്ക് കൊടുക്കില്ലെന്ന് തീരുമാനിച്ചതിന്റെ പ്രതികാര സൃഷ്ടിയാണ് ഇത്തരം പ്രചാരണമെന്നാണ് വ്യാപാരികളുടെ പക്ഷം. KPCC അംഗം ജോൺ ഡാനിയൽ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സുനിൽ ലാലു, പ്രഭുദാസ് എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ പാട്രായ്ക്കലിൽ വൺ വേ മാറ്റം വരുത്തുന്നതിന് 2 ദിവസം കൂടി പോലീസ് സമയം നീട്ടിച്ചോദിച്ചു. തൃശൂർ പാട്രായ്ക്കൽ ജംഗ്ഷനിൽ 1.5 മാസം മുൻപ് പോലീസ് നടപ്പിലാക്കിയ ഗതാഗത പരിഷ്കാരത്തിനെതിരെ പരിസരവാസികൾ പ്രതിഷേധവുമായി എത്തിയതിനെ തുടർന്നാണ് 20 ദിവസം മുൻപ് ആരംഭിച്ച പരിഷ്കാരത്തിൽ ഭേദഗതികൾ വരുത്താൻ തീരുമാനിച്ചത്. പാട്രായ്ക്കൽ റോഡിലെ വൈദ്യുതി പോസ്റ്റുകളും ബസ് ഷെൽട്ടറുകളും പൂർണ്ണമായി മാറ്റിസ്ഥാപിക്കുന്നത് വൈകിയതിനെ തുടർന്നാണ് പോലീസ് സമയം നീട്ടിച്ചോദിച്ചത്. ഗതാഗത പരിഷ്കാരത്തിൽ ഭേദഗതികൾ വരുത്തുന്നതിന്റെ ഭാഗമായി മേയർ രാജൻ ജെ പല്ലൻ, ACP ഹരിശങ്കർ, ട്രാഫിക് SI TN ഉണ്ണികൃഷ്ണൻ എന്നിവർ സ്ഥലത്തെത്തി പരിശോധിക്കുകയും നാട്ടുകാരുമായി ചർച്ച നടത്തുകയും ചെയ്തു. പാട്രായ്ക്കലിലെ നിലവിലെ ബസ് സ്റ്റോപ്പ് പടിഞ്ഞാറെ ഷോപ്പിംഗ് കോംപ്ലക്സിനോട് ചേർന്ന് മാറ്റി സ്ഥാപിക്കും. ഇതിനുവേണ്ടി ഷോപ്പിംഗ് കോംപ്ലക്സിലെ വ്യാപാരികളുമായി ചർച്ച നടത്തും. ഷോപ്പിംഗ് കോംപ്ലക്സിലെ വ്യാപാരികൾ എതിർത്താൽ നിലവിലെ ബസ് സ്റ്റോപ്പ് ദേവമാതാ സ്കൂളിന് സമീപത്തേക്ക് മാറ്റി സ്ഥാപിക്കേണ്ടതായി വരും. ഇത് പ്രദേശവാസികളുടെ കൂടുതൽ എതിർപ്പുണ്ടാകുമെന്നതിനാൽ ആലോചിച്ചതിനു ശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനമാവുകയുള്ളൂവെന്ന് മേയർ അറിയിച്ചു.
തൃശൂർ അശ്വിനി ജംഗ്ഷന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് എസ്ഐക്ക് പരിക്കേറ്റു. ടൗൺ വെസ്റ്റ് എസ്ഐ പി ജോയിക്കാണ് പരിക്കേറ്റത്. എസ്ഐയെ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടത്തിണ്ണയിൽ അന്തിയുറങ്ങിയിരുന്ന നാടോടി സ്ത്രീയുടെ വസ്തുവകകൾ തീയിട്ട് നശിപ്പിച്ച പോലീസ് നടപടിക്കെതിരെ തൃശൂരിൽ നടന്ന മനുഷ്യാവകാശ കമ്മീഷൻ സിറ്റിംഗിൽ പരാതി. തൃശൂർ നഗരത്തിലെ കടത്തിണ്ണയിൽ അന്തിയുറങ്ങിയ നാടോടി സ്ത്രീയെ മർദ്ദിക്കുകയും അവരുടെ സാധന സാമഗ്രികൾ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്ത ഈസ്റ്റ് പോലീസിന്റെ നടപടിക്കെതിരെ PUCL പ്രസിഡന്റ് TK വാസുവാണ് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയത്. സ്കൂളുകളിലെ പാചകത്തൊഴിലാളികൾ അനുഭവിക്കുന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങളും പരാതിയായി കമ്മീഷന് മുൻപാകെ എത്തിയിട്ടുണ്ട്. 85-കാരനായ പരാതിക്കാരനെ വിയ്യൂർ പോലീസ് അനാവശ്യമായി സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി ബുദ്ധിമുട്ടിക്കുകയാണെന്ന പരാതിയും കമ്മീഷൻ പരിഗണിച്ചു. തെക്കിനിയത്ത് വർഗീസാണ് പരാതിക്കാരൻ. മനുഷ്യാവകാശ കമ്മീഷൻ അംഗം R നടരാജൻ സിറ്റിംഗിൽ പങ്കെടുത്തു. പോലീസിനെതിരെയുള്ള പരാതികൾ വർദ്ധിക്കുന്നതായി കമ്മീഷൻ വിലയിരുത്തി. ഗുരുവായൂർ നഗരസഭയിലെ സൂപ്രണ്ടിനെ സ്ഥലം മാറ്റിയതുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർമാനെ കമ്മീഷൻ വിസ്തരിച്ചു. വാഹന പരിശോധനയ്ക്കിടെ ഹൃദയാഘാതമുണ്ടായി ഒരാൾ മരിച്ച കേസിൽ പോലീസ് നടപടിക്കെതിരെ സാക്ഷിമൊഴി കമ്മീഷൻ രേഖപ്പെടുത്തി. പോലീസ് പിന്തുടർന്ന് വാഹന പരിശോധന നടത്തുകയായിരുന്നുവെന്നായിരുന്നു മൊഴി. ആകെയുണ്ടായിരുന്ന 83 പരാതികളിൽ 27 എണ്ണം തീർപ്പാക്കി. 5 പുതിയ പരാതികൾ ഫയലിൽ സ്വീകരിച്ചു. കമ്മീഷന്റെ അടുത്ത സിറ്റിംഗ് ആഗസ്റ്റ് 18-ന് നടക്കും. ഇനി റംസാൻ വിശേഷങ്ങളിലേക്ക്. റംസാൻ നോമ്പിന് ഉണർവേകി ഡ്രൈ ഫ്രൂട്ട്സിന്റെ വിപണിയും സജീവം. ആവശ്യക്കാർ ഏറെയാണ് ഈ രുചിയുടെ രാജാക്കന്മാർക്ക്. നോമ്പു തുറയ്ക്കും പെരുന്നാൾ സമ്മാനങ്ങൾ നൽകാനുമായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിന് ആവശ്യക്കാർ ഏറെയാണ്. ആപ്രിക്കോട്ട്, പീച്ച്, കാൻബറി, അച്ചുവ, സുക്കാരി, കലാസ്, കദ്രി, ബദാം, കിവി ഫ്രൂട്ട്സ്, വാൽനട്ട്, ഗിഫ്റ്റ് നട്ട്സ് തുടങ്ങിയവയാണ് ഉണക്കുപഴങ്ങളുടെ വിപണിയിലെ താരങ്ങൾ. കഴിഞ്ഞ തവണത്തേക്കാൾ വിലയിൽ അല്പം വർധനവുണ്ടെങ്കിലും വിപണിയിൽ കച്ചവടം തകൃതിയായി നടക്കുന്നുണ്ട്. കിലോയ്ക്ക് 150 രൂപ മുതൽ 1500 രൂപ വിലയുള്ള ജോർദാൻ മെഡ്ജ്വൽ വരെ വിപണിയിൽ എത്തുന്നുണ്ട്. സൗദി, ജോർദാൻ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന ഉന്നത നിലവാരമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നഗരത്തിൽ ലഭ്യമാണ്. റംസാൻ പ്രമാണിച്ച് നമ്മുടെ കയ്യിൽ ഒരുപാട് വെറൈറ്റി ഡേറ്റ്സുകളുണ്ട്. അതുപോലെ ഇപ്പോൾ മെയിനായിട്ട് ഡേറ്റ്സിൽ ഏറ്റവും മൂവിങ് ആയിട്ടുള്ളത് ഇറാൻ്റെ കുറച്ചും കൂടി ജ്യൂസിബിളായ ഡേറ്റ്സ് ആണ്. പിന്നെ വരുന്നത് സൗദീൻ്റെ ഒരുപാട് വെറൈറ്റീസുകളുണ്ട്. അജുവ, അതുപോലെ മെഡ്ജ്വൽ, സക്കായി ഒരുപാട് ഡേറ്റ്സുകൾ നമ്മളെ കയ്യിലുണ്ട്. അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സുകൾ കിവി, പിന്നെ അതുപോലെ പൈനാപ്പിൾ, സ്ട്രോബെറി, ചിക്കു, ഒരുപാട് വെറൈറ്റീസുകളുണ്ട്. നോമ്പായിട്ട് ഇനി ഒരുപാട് സ്പെഷ്യൽ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. 500 രൂപ മുതൽ 5000 രൂപ വരെയുള്ള ഗിഫ്റ്റ് പാക്കറ്റുകൾ ഏറെ ആകർഷകങ്ങളാണ്. മിക്സഡ് ഫ്രൂട്ട്, ചിക്കു, മാംഗോ ഡ്രൈറ്റ്, പപ്പായ തുടങ്ങിയ വ്യത്യസ്ത രുചിഭേദങ്ങളോടെയാണ് ഡ്രൈ ഫ്രൂട്ട്സ് വിപണിയിൽ സജീവമാക്കുന്നത്. ആവശ്യക്കാരുടെ പോക്കറ്റിനിണങ്ങുന്ന വിധം വ്യത്യസ്ത ഇനങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത് ഏറെ ആകർഷകമാണ്. വൈകിട്ട് 6 മുതലാണ് ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾ എത്തുന്നത്. ഇസ്ലാം മത വിശ്വാസികൾ മാത്രമല്ല വിപണിയിലെ ഈ താരങ്ങളെ തേടിയെത്തുന്നത്. റംസാന്റെ പുണ്യനാളുകളെ മധുരിതമാക്കാനെത്തിയ ഡ്രൈ ഫ്രൂട്ട്സിന്റെ വ്യത്യസ്ത രുചിഭേദങ്ങൾ ഏവരുടെയും മനം കവരുന്നതാണ്. സംസ്ഥാനത്ത് ഇന്ന് ഭാഗിക വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി. രാത്രി 7 മുതലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. മൂലമറ്റം പവർ ഹൌസിൽ യന്ത്രത്തകരാർ മൂലം 250 മെഗാവാട്ടിന്റെ വൈദ്യുതി കുറവുണ്ടായതിനാലാണ് നിയന്ത്രണം. വാർത്തകളിലേക്ക് വീണ്ടും. അമ്മയോടുള്ള ദേഷ്യത്തിൽ മകൻ മദ്യലഹരിയിൽ വീട് കത്തിച്ചു. കാളമുറി ഗ്രാമലക്ഷ്മി റോഡിൽ മാമ്പറമ്പത്ത് ക്ഷേത്രത്തിന് സമീപം തറയിൽ ഉണ്ണിരാജനാണ് സ്വന്തം ഓലവീട് മണ്ണെണ്ണ ഒഴിച്ച് തീവച്ചത്. ഞായറാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. മദ്യപിച്ച് സ്ഥിരമായി വഴക്കുണ്ടാക്കുന്നതിനാൽ സമീപത്തെ സഹോദരന്റെ വീട്ടിലാണ് അമ്മ കുറച്ചു ദിവസമായി താമസിച്ചിരുന്നത്. തീ ആളിപ്പടർന്നത് കണ്ട് അയൽവാസികളും ബന്ധുക്കളും എത്തിയപ്പോഴേക്കും വീട് പൂർണ്ണമായും കത്തിനശിച്ചു. വീട്ടിലുണ്ടായിരുന്ന സാധന സാമഗ്രികളും നശിച്ചിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് ഉണ്ണിരാജനെ മതിലകം SI MK രമേശും സംഘവും അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി സ്ഥിരാംഗമായി കോഴിക്കോട് സാമൂതിരി KC ശ്രീ മാനവേദൻ രാജ എന്ന ഉണ്ണി അനുജൻ രാജ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പൂന്താനം ഓഡിറ്റോറിയത്തിലെ നാരായണീയം ഹാളിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. ദേവസ്വം കമ്മീഷണർ VM ഗോപാലമേനോൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദേവസ്വം സ്ഥിരം ഭരണസമിതി അംഗമായിരുന്ന കോഴിക്കോട് സാമൂതിരി PK ശ്രീ മാനവിക്രമൻ രാജ കഴിഞ്ഞ ഏപ്രിലിൽ തീപ്പെട്ടതിനെ തുടർന്നാണ് പുതിയ സ്ഥിര ഭരണസമിതി അംഗമായി ഉണ്ണി അനുജൻ രാജ ചുമതലയേറ്റത്.
ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേന്നാസ് നാരായണൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തിയതോടെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിന് തുടക്കമായത്. ദേവസ്വം ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ, ഭരണസമിതി അംഗങ്ങളായ എൻ രാജു, അനിൽ തറന്തലം, അഡ്വക്കേറ്റ് എ സുരേശൻ, കെ ശിവശങ്കരൻ, അഡ്വക്കേറ്റ് എം ജനാർദ്ദനൻ, അഡ്മിനിസ്ട്രേറ്റർ കെ മുരളീധരൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഭരണസമിതി യോഗം ചേർന്നു. പുതിയ ഭരണസമിതി അംഗമായി ചുമതലയേറ്റ ഉണ്ണിയനുജൻ രാജയെ ദേവസ്വവും വിവിധ സംഘടനകളും ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. റംസാൻ ഓണം ആഘോഷങ്ങളോടനുബന്ധിച്ച് തൃശൂരിൽ ഖാദി മേള ആരംഭിച്ചു. നടുവിലാൽ ഖാദി ഭവനിൽ നടന്ന ചടങ്ങിൽ മേയർ രാജൻ ജെ പല്ലൻ മേള ഉദ്ഘാടനം ചെയ്തു. കേരള ഖാദി അസോസിയേഷൻ പ്രസിഡന്റ് എം എൻ കൃഷ്ണൻകുട്ടി, വൈസ് പ്രസിഡന്റ് സി കെ നന്ദകുമാർ, ജോയിന്റ് സെക്രട്ടറി എം എസ് ശിവരാമകൃഷ്ണൻ, ട്രഷറർ കെ കെ ദിവാകരൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഖാദി തുണിത്തരങ്ങൾ, ശീതൽ ഷർട്ടുകൾ, സിൽക്ക് സാരികൾ, ചുരിദാർ മെറ്റീരിയലുകൾ എന്നിവയ്ക്ക് മേളയിൽ 30% കിഴിവുണ്ട്. 1000 രൂപയുടെ ഓരോ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പണും ലഭിക്കും. ഓണം വരെയാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. സിപിഐ തൃശൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തൃശൂരിൽ യോഗം ചേർന്നു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന ഐക്യദാർഢ്യ യോഗം സിപിഐ സംസ്ഥാന കമ്മിറ്റി അംഗം രാജാജി മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് എം ജി നാരായണൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ എം വിജയൻ, സാറാമ റോബ്സൺ എന്നിവർ സംസാരിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരത്തിലെ മികച്ച ഹെഡിംഗിനുള്ള സത്സംഗ് ഏർപ്പെടുത്തിയ പുരസ്കാരം തേർമൽ രാമകൃഷ്ണൻ എംഎൽഎ നിന്ന് ദേശാഭിമാനിക്ക് വേണ്ടി ഇ പി ജയരാജൻ എംഎൽഎ ഏറ്റുവാങ്ങി. സത്സംഗ് പ്രസിഡന്റ് പ്രൊഫസർ എം മാധവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്, കല്യാൺ സിൽക്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ടി എസ് പട്ടാഭിരാമൻ, അലക്സാണ്ടർ സാം, പി ആർ ജേക്കബ്, ഫുട്ബോൾ താരങ്ങളായ ഐ എം വിജയൻ, സി വി പാപ്പച്ചൻ, ജോപ്പോൾ അഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകളിലേക്ക് വീണ്ടും. ആധുനിക കാലത്ത് സുഖചികിത്സയുടെ നാളുകളായി കർക്കിടകം മാറിയിരിക്കുകയാണ്. ആയുസ്സിന്റെ വേദമായ ആയുർവേദ ചികിത്സയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മാസം കൂടിയാണ് ഇത്. കർക്കിടകത്തിലെ ദേഹരക്ഷ ശരീരത്തിൽ കൂടുതൽ ഫലം ചെയ്യുമെന്ന് ആയുർവേദ ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നു. രോഗം ശമിപ്പിച്ച് ആരോഗ്യം ഉണ്ടാക്കുന്നതിലുപരി ആരോഗ്യം സംരക്ഷിച്ച് രോഗം ഒഴിവാക്കുകയാണ് ആയുർവേദത്തിന്റെ രീതി. മാറി മാറി വരുന്ന ഋതുക്കളാൽ ശരീരത്തിനുണ്ടാകുന്ന ദോഷപരിഹാരമായി ആയുർവേദത്തിനെ സ്വീകരിക്കുന്നു. ശരീരം ഏറ്റവും കൂടുതൽ ദുഷിക്കുകയും രോഗപ്രതിരോധശേഷി കുറഞ്ഞിരിക്കുകയും ചെയ്യുന്ന കാലമാണ് കർക്കിടകം. വമന വിരേചന കർമ്മങ്ങൾ കൊണ്ട് ശരീരശുദ്ധി വരുത്തിയതിനു ശേഷമാണ് വസ്തികർമ്മം ഋതുവിൽ ചെയ്യേണ്ടത്. തൈലവസ്തിയെന്നും കഷായവസ്തിയെന്നും 2 തരത്തിലുള്ള കർമ്മങ്ങളുണ്ട്. കർക്കിടക മാസത്തിലെ മരുന്നുകഞ്ഞി ഏറ്റവും പ്രധാനമാണ്. മരുന്നുകഞ്ഞി രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതാണ്. വിവിധ വാതരോഗങ്ങളിൽ നിന്ന് മോചനം നേടാനും സമ്പൂർണ്ണ ആരോഗ്യത്തിനും മരുന്നുകഞ്ഞി ഉത്തമമാണെന്ന് ആയുർവേദം പറയുന്നു. ഇത് അത്താഴ സമയത്ത് കഴിക്കുന്നതാണ് നല്ലത്. കർക്കിടകത്തിൽ 10 ദിവസം മുതൽ മാസം മുഴുവൻ കഴിക്കാവുന്നതാണ്. ഇതിന് പ്രത്യേക പഥ്യങ്ങളൊന്നും ആവശ്യവുമില്ല. ഇതിനൊപ്പം പഞ്ചകർമ്മ ചികിത്സാ രീതികളും കർക്കിടക മാസത്തിൽ നല്ലതാണ്. മലയാളത്തിന്റെ തനത് ചികിത്സാ രീതികളായ ഇലക്കിഴി, ഞവരക്കിഴി, ഉഴിച്ചിൽ, പിഴിച്ചിൽ, വസ്തികർമ്മം, വിരേചനം എന്നിവ ഇതിൽ ഉൾപ്പെടും. ശരീരാവയവങ്ങളിൽ അനുഭവപ്പെടുന്ന സ്തബ്ധതയെയും കനത്തെയും പരിഹരിക്കാൻ ഇവ ഫലപ്രദമാണ്. ഔഷധ സസ്യങ്ങളുടെ ഇലകൾ കൊണ്ടാണ് ഇലക്കിഴി തയ്യാറാക്കുന്നത്. ഇതിൽ ചേരുവകളുടെ അളവും പ്രധാനമാണ്. ഇലക്കിഴി 7 മുതൽ 14 ദിവസം വരെയാണ് പതിവുള്ളത്. രോഗത്തിന്റെ സ്വഭാവമനുസരിച്ച് പൊടിക്കിഴിയും ഉപയോഗിക്കും. എന്നാൽ ആയുർവേദത്തിൽ ഏറ്റവും പ്രധാന കിഴി ചികിത്സ ഞവരക്കിഴിയാണ്. പ്രത്യേകം തയ്യാറാക്കുന്ന കുറുന്തോട്ടി കഷായത്തിൽ ഞവര അരി വേവിച്ചാണ് കിഴി തയ്യാറാക്കുന്നത്. ഞവരക്കിഴിക്ക് ചിട്ടകൾ പ്രധാനമാണ്. നേരിയ ചൂടുള്ള ഔഷധം തൈലത്തിൽ തുണിമുക്കി ശരീരത്തിലേക്ക് പിഴിഞ്ഞ് ഒഴിക്കുകയാണ് പിഴിച്ചിൽ. സാധാരണ 7 ദിവസമാണ് പിഴിച്ചിൽ നടത്തുക. ദേഹമാസകലം സമ്മർദ്ദത്തോടെ തടവുന്നതാണ് ഉഴിച്ചിൽ. വേദം എന്നാൽ അറിവാണ്. ആയുർവേദം എന്നാൽ ആയുസ്സിനെക്കുറിച്ചുള്ള അറിവാണ്. മലയാള നാടിനെ അവകാശപ്പെടാവുന്ന ഈ അറിവ് ഇന്ന് കർക്കിടക മാസത്തിലെ ദിനചര്യയായി മാറുകയാണെന്ന് കണ്ടംകുളത്തി വൈദ്യശാലയിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റോസ്മേരി വിൽസൺ പറയുന്നു. ദിനചര്യയും ഋതുചര്യയും ഒരു ദിവസം ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ കാലങ്ങൾക്കനുസരിച്ച് ഋതുക്കളിൽ വരുന്ന മാറ്റങ്ങളിൽ ഓരോ ഋതുവിലും എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ആചരിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. നമ്മൾ ആ ശരീരം ശുദ്ധി ചെയ്ത് അതിനുശേഷം നമ്മൾ പോഷണമായിട്ടുള്ള അല്ലെങ്കിൽ രസായനങ്ങളായിട്ടുള്ള ഔഷധങ്ങളൊക്കെ സേവിപ്പിച്ചിട്ട് നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിന്റെ ശക്തിയും മനസ്സിന്റെ ശക്തിയും ഒക്കെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. TCV ന്യൂസ് മാള.
മാള കൊടവത്തുകുന്നിൽ വീട്ടമ്മയെ വീടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. പൊന്നയ്ക്കപ്പറമ്പിൽ പരേതനായ കൃഷ്ണൻകുട്ടി ഭാര്യ 60 വയസ്സുള്ള ശാരദയാണ് മരിച്ചത്. ഗ്യാസ് അടുപ്പിൽ നിന്ന് തീ പടർന്നതാണ് അപകട കാരണമെന്ന് സംശയിക്കുന്നു. മകൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് വിവരമറിയുന്നത്. മാള പോലീസ് എത്തി മൃതദേഹം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൌൺസിൽ ഫോർ ആയുർവേദ സ്റ്റുഡൻസ് ഇൻ കേരളയുടെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തി. യൂണിവേഴ്സിറ്റിക്ക് സമീപത്ത് വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ SFI ജില്ലാ സെക്രട്ടറി KS സെന്തിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കാസ്ക് ചെയർമാൻ KV ദീപു അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നേതാക്കൾ ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർക്ക് നിവേദനം നൽകി. പനി ബാധിച്ച് വിദ്യാർത്ഥി മരിച്ചു. ആളൂർ പേരാമ്പ്രത്ത് വീട്ടിൽ സുബ്രഹ്മണ്യൻ മകൻ അശ്വിൻ ആണ് മരിച്ചത്. ആളൂർ SNVHSSലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അതേസമയം പനി ബാധിച്ച് 1457 പേർ ഇന്ന് ചികിത്സ തേടി. ഇതിൽ 100 പേരെ കിടത്തി ചികിത്സയ്ക്ക് വിധേയമാക്കി. സർക്കാർ ഡോക്ടർമാരുടെ നിസ്സഹകരണ സമരം ആരംഭിച്ചു. ജില്ലയിൽ 300ഓളം സർക്കാർ ഡോക്ടർമാരാണ് KGMOയുടെ നേതൃത്വത്തിൽ നടത്തുന്ന നിസ്സഹകരണ സമരത്തിൽ പങ്കെടുക്കുന്നത്. സമരത്തിന്റെ ഭാഗമായി വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംഘടിപ്പിച്ച അവലോകന യോഗങ്ങളിൽ നിന്നും മെഡിക്കൽ ക്യാമ്പുകളിൽ നിന്നും ഡോക്ടർമാർ വിട്ടുനിന്നു. സമരം രോഗികളെ ബാധിച്ചിട്ടില്ല. ഇനി ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഷീരിയൻ കണ്ടത് ജുവല്ലറി. സ്വർണം ഗ്രാമിന് 2635, വെള്ളി 10 ഗ്രാമിന് 480, തങ്കം ഗ്രാമിന് 2840. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. TP വധക്കേസിലെ പ്രതികൾ ജയിലിൽ നിന്ന് മൊബൈൽ ഫോണിൽ വിളിച്ച സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയായി. അന്വേഷണ സംഘം തൃശൂർ CJM കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിക്കാൻ CPM ഒരുക്കം തുടങ്ങി. ഒരുക്കത്തിന്റെ ഭാഗമായി കോർപ്പറേഷൻ തല കമ്മിറ്റിയും ഡിവിഷൻ തല കമ്മിറ്റികളും രൂപീകരിച്ചു. സ്വകാര്യ പങ്കാളിത്തത്തോടെ പുഴയ്ക്കൽ മൊബിലിറ്റി ഹബിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ തീരുമാനം. കിറ്റ്കോയുടെ നേതൃത്വത്തിൽ പദ്ധതിയുടെ പ്രോജക്ട് ഉടൻ തയ്യാറാക്കും. ഇരിഞ്ഞാലക്കുട കാട്ടുങ്ങച്ചിറയിൽ ബൈക്കും ഓട്ടോയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പുല്ലൂർ സ്വദേശി ഫിജിയാണ് മരിച്ചത്. കൊടകരയിൽ വാക്കുതർക്കത്തെ തുടർന്ന് യുവാവ് കുത്തേറ്റ് മരിച്ചു. ആലത്തൂർ സ്വദേശി ശ്രീകാന്താണ് മരിച്ചത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.